എന്താ അംജദേ വർത്താനം? സുഖം സാർ, ഇങ്ങനെ പോകുന്നു. അടിപൊളി. അടിപൊളിയാ. അടിപൊളിയാ. കുഴപ്പമില്ല. ഇന്ന് വർക്കിന് കഴിഞ്ഞോ? ഇന്ന് പോയി. എപ്പോഴാ കഴിയാ വർക്ക് പോയാല്? ശരിക്ക് 8 മണിയാണ്. അങ്ങനല്ല, ഷോപ്പ് ക്ലോസ് ചെയ്യാം ഇറങ്ങാനാവുമ്പോൾ. ഈ എപ്പോഴാ ഇറങ്ങല്? 8 മണിക്കാണ്. ഇങ്ങനെ വർക്കില്ലാത്ത ദിവസം ഉണ്ടെങ്കിൽ 7 മണിക്ക് ഇറങ്ങും. ഇന്ന് 7 മണിക്ക് ഇറങ്ങും. നാളെ നീ ഇല്ലല്ലോ? ഇല്ല. നാളെ എല്ലാവർക്കും ലീവാണല്ലോ. മനുവിനും ലീവല്ലേ? എനിക്ക് ലീവൊന്നുമില്ല. എന്താ ഈ കൊല്ലത്ത് 365 ദിവസം പണിക്ക് പോകും? എന്റെ അവസ്ഥയാണ്. എന്താ അങ്ങനെ ലീവ് ഇല്ലാത്ത? ഇല്ല, സൺഡേ ഓഫ് ഇല്ല. നമുക്ക് സൂപ്പർ മാർക്കറ്റ് അല്ലേ. നിങ്ങൾക്ക് എന്നാ ഓഫ്? അത് 4 ഓഫ് ഉണ്ട്, പക്ഷെ അത് സൺഡേ അല്ലാത്ത ഏത് ദിവസം വേണമെങ്കിലും എടുക്കാം എന്നാ പറഞ്ഞു. അപ്പൊ സൺഡേ ഇപ്പൊ ലീവ് വേണമെന്ന് വെച്ചാലും അത്ര എമർജൻസി ആണെങ്കിൽ മാത്രം. പിന്നെ എല്ലാ ഞായറാഴ്ച എടുത്താൽ പോലെ. ഏ എല്ലാ ഞായറാഴ്ച എടുത്താൽ പോലെ. അത് കിട്ടൂലേ. അത്ര എമർജൻസി ആണെന്ന് ഉറപ്പാക്കിയെങ്കിൽ മാത്രമേ തരുള്ളൂ. കല്യാണത്തിനൊന്നും തരില്ല. ഏ കല്യാണത്തിനൊന്നും തരില്ല. അധികം ചോദിക്കുമ്പോ കല്യാണത്തുള്ളതാണെങ്കിൽ അതാണൊന്നും പറയൂല. പറയാതെ വലിയ രോഗിനെ കാണാനോ അതിന് അല്ലെങ്കിൽ കല്യാണമൊക്കെ ഉള്ള ദിവസം രാവിലെ വിളിച്ചു പറയും, 2 ചുമയും ചുമച്ചിട്ട് തീരെ വയ്യാന്ന് പറയും. അങ്ങനെ അപ്പൊ എന്ത് പറയൂര്? ചെറു പറയും ഡോക്ടറെ കാണിച്ച് സ്ലിപ്പും കൊണ്ട് വന്നാ മതി പറയും. എന്താ അംജദിനൊക്കെ എടുക്കാം. അംജദിന് എത്ര ലീവ് ഉണ്ട് മാസത്തില്? അങ്ങനെയില്ല, ഞായറാഴ്ച ഓഫാണ്. ലീവ് ഒരു 2-3 എടുക്കാം. ഇബ എവിടെ? ഇബ ക്യാമറ ഓപ്പൺ ചെയ്യും. ഇബ നേരത്തെ ഇമ്പോഷൊക്കെ വിട്ടിട്ടാ ഇപ്പൊ തുറക്കേ. എന്താ ഇന്ന് വർക്ക് ഉണ്ടായിരുന്നോ? ഈ എന്താ ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നേ എവിടെയായിരുന്നു? മറന്നുപോയി. ഹോസ്പിറ്റലില് അക്കൗണ്ടന്റ് ആയി. ഞാൻ അക്കൗണ്ടന്റുമാരാണല്ലോ. എല്ലാവരും ട്രയൽ ബാലൻസും പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ ചെയ്ത് മടുത്തോ? ഏത് ഹോസ്പിറ്റലായിരുന്നു? എവിടെ? ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല, ഫ്രീ ക്യാമ്പ്. ഇനാഗുറേഷൻ കഴിയാതെ തന്നെ പേഷ്യന്റിനെ കിട്ടാൻ തുടങ്ങിയോ? അതാണ് ഹോസ്പിറ്റൽ ഏറ്റവും വലിയ ലാഭം. അങ്ങനെ എവിടെ? സ്ഥലം എവിടെയായിരുന്നു? സ്ഥലം എവിടെയായിരുന്നു? ഹോസ്പിറ്റൽ നാദാപുരം. രാവിലെ പോയപ്പോ എത്തും? രാവിലെ പോയാ 7:30 ആവും വീട്ടിലെത്താൻ. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ഐശ്വര്യായിട്ട് സാധനം കിട്ടി. എന്താ നീനെ പാളി നോക്കണം? എന്താ അങ്ങനെ പാളി വെക്കണേ? എവിടെ പോയതേനു? എവിടെങ്കിലും പോയിരുന്നോ? അല്ലെങ്കിൽ എവിടെ പോവാൻ നിൽക്കാണോ? കല്യാണം ഉണ്ടോ? പോയി വന്ന നല്ല കുട്ടി. പിന്നെ നാളെ എന്താ പരിപാടി? എല്ലാവർക്കും പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ട്. ഹിബക്ക് എന്താ പരിപാടി? നന്ദനക്ക് എന്താ പരിപാടി? അംജദിന് എന്താ പരിപാടി? ഇങ്ങനെ ഒത്തിരിക്ക. അതൊരു പണിയാണ്, ടാസ്ക് ആണെന്നുണ്ടെങ്കിലും. നന്ദനക്കോ? എടുക്കുന്നുണ്ട്. നാളെ പണിയുണ്ടാ?
എന്താ മൺഡേ ലീവ് എടുക്കണം, അപ്പൊ നാളെ എടുക്കണം. എങ്ങനെ മൺഡേ ലീവ് എടുക്കണം, അപ്പൊ നാളെ എടുക്കണം. എന്താ അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടോ? സൺഡേ അങ്ങനെയൊക്കെ നിങ്ങളെ കാര്യങ്ങള്. എന്താ ചെയ്യാ? ഇവനൊക്കെ ഒരു മോചനം വേണ്ടേ? വേണ്ടേ? മോചനം വേണ്ട അർച്ചന? വേഗം നിനക്ക് വേണ്ട, നിനക്ക് ഇതേപോലെ പോകാനാ തോന്നുന്നുണ്ട് താല്പര്യം. ഇവ മോചനം വേണ്ടേ? ഇപ്പൊ നന്ദനക്ക് ലീവ് വേണ്ടെന്നാ തോന്നണെന്നറിയാം ഞായറാഴ്ച ഒന്നും. ലീവ് വേണം. പിന്നെ നമ്മൾ എവിടെയായിരുന്നു എത്തിയിരുന്നത്? മൊഡ്യൂള് HRP ചെയ്ത് എല്ലാവരും അയച്ചെന്നോ? എല്ലാവരും HRP ചെയ്ത് അയച്ചു തന്നോ? ഞാൻ വോയിസ് ആയിട്ട് അയക്കാൻ പറഞ്ഞത് അർച്ചനയ്ക്ക് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അഞ്ചതയുടെ അയച്ചിട്ട് സർ. നന്ദന എവിടെ? നന്ദന നന്ദന വർക്ക്. ഞാൻ അയച്ചിട്ടില്ല. ഏ ഞാൻ ഇന്ന് അയച്ചുതരാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടമുള്ള മാതിരി എനിക്ക് ചെക്ക് ചെയ്താക്കും കേട്ടോ. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ഉണ്ടാവും ഞാൻ ചെയ്തിരുന്നത്. മനസ്സിലായോ? എന്നാ പറഞ്ഞിരുന്നേ? ഹിബനെ പിന്നെ വോയിസ് അയക്കാൻ പറഞ്ഞാൽ ഹിബ പിന്നെ വോയിസ് അയച്ചില്ലല്ലോ. അത് ഞാൻ അയക്കും, പ്രശ്നമില്ല. നന്ദന ഒരു 3 കമ്പനിന്റെ ഒരു HRP സെറ്റ് ചെയ്തിട്ട് അയച്ചു തരാം. ഓക്കെ. അതേപോലെ ഹിബ എന്താക്കുക, ഒരു 2 കമ്പനിന്റെ കൂടി വോയിസ് ആയിട്ട് അയച്ചു കേട്ടോ. എന്താ സാറേ ചെയ്തേ പറ്റൂ. ചെയ്തിട്ട് അയച്ചു തരാ. വോയിസ് ആയിട്ട് അയച്ചിട്ടുണ്ട. അതിനല്ലേ വോയിസ് കേട്ടിട്ട് എന്നോട് പോവാനല്ലല്ലോ പറഞ്ഞേ. സാറേ അത് വോയിസ് അയക്കാനാ? നീ 2 കമ്പനിന്റെ HRP ഉണ്ടാക്കിയിട്ട് അത് വോയിസ് ആയിട്ടായി. സാറേ ഞാൻ ഒരു ഇമ്പോസ് കഴിഞ്ഞ ഈ രീതിയിൽ കുത്തിരിക്കുക. ഇനി അടുത്ത പേടിക്കണ്ട. ഇതൊരു കലയായിട്ട് കൊണ്ടുപോകണം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. സാറേ ഇനി 3 കമ്പനിന്റെ HRP 3 ഡിഫറെന്റ് കൈൻഡ് ഓഫ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതൊന്നും എടുക്കരുത്. അല്ലാത്ത 3 കമ്പനിന്റെ HRP ചെയ്യാം. അതിന്റെ 3 വോയിസ് റെക്കോർഡ് കാര്യങ്ങളായിട്ട് അയച്ചു തരാം. മനസ്സിലായോ? നാളെ രാവിലെ 10 മണിക്ക് മുന്നേ നാളെ ഞായറാഴ്ച പ്രശ്നമില്ല. നാളെ വൈകുന്നേരം 7 മണിന്റെ മുന്നേറ്റ് അയച്ചെന്നാൽ മതി. അല്ലെ ഒരു 10 മണിന്റെ മുന്നേറ്റ് അയച്ചെന്നാൽ മതി. ടുമാറോ നൈറ്റ് 10 മണിന്റെ മുന്നേ. എന്നാലേ നിങ്ങൾ പഠിക്കുള്ളൂ. ഇതിന് അന്തരം പഠിക്കൂല. രാത്രി 10 മണിന്റെ ഉള്ളിൽ അയച്ചെന്നാൽ മതി. ഓക്കെ. ഇപ്പൊ എന്ത് ചെയ്ത് വെച്ചാൽ നാളെ ഒരു രാവിലെ ഒരു 12 മണിന്റെ മുന്നേറ്റ് ചെയ്തിട്ട് അയച്ചെന്നാണ്. പണിയില്ലല്ലോ. ഞാൻ പണിയില്ലാതെ കൊണ്ട് ചെറിയ രീതിയിൽ കൺസ്ട്രക്ഷൻ കൊടുത്താ. കുറച്ച് കണ്ണിച്ചോര വേണ്ടേ സാറേ? ഞാൻ വോയിസ് ഇട്ടേരെന്ന് ഞാൻ അയച്ചത്. ഞാൻ വിചാരിച്ച അത് എഴുതിയല്ലേ, അത് എഴുതി തന്നെ പിന്നെ പറഞ്ഞേരണ്ടല്ലോ. സാറിന് ബുദ്ധിമുട്ടൊക്കെണ്ടല്ലോ. അല്ല, ഞാൻ ബുദ്ധിമുട്ടിക്ക് ഞാൻ അങ്ങോട്ട് വോയിസ് അയക്കും. എനിക്ക് വോയിസ് ആയിട്ട് അയച്ചാൽ എനിക്ക് എന്റെ മനസ്സിലാവായിട്ടാണോ പറഞ്ഞു വോയിസ് ആയിട്ട് അയച്ചിട്ടുണ്ടാന്ന് പറഞ്ഞു. എനിക്ക് അർത്ഥം കിട്ടായിട്ടാണ്. എത്രയും കഷ്ടപ്പെട്ട് എത്ര പേജ് ഞാൻ എഴുതിയെന്ന് സാറ് കണ്ടിക്കോ. പേടിക്കണ്ട. ഈ എല്ലാം ഡെഡിക്കേറ്റഡ് ആണ്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാം. 2 കൂടി ഇരിക്കും. ഓക്കെ. നാളെ 10 മണി മുതൽ യൂണിക്ക് സാധനമാണ് കേട്ടോ. ഓക്കെ. ഞാനൊരു കമ്പനി എടുക്കുമ്പോ എങ്ങനെയാണോ ആക്കുന്നത് അതുപോലെയല്ലേ വണ്ടിയെ? അല്ല, ഞാൻ 2 ഉദാഹരണമൊക്കെ ഞാൻ വാട്സാപ്പ് മെസ്സേജ് ചെയ്തത് കേട്ടോ. എന്തിനെ കുറിച്ചിട്ടാ ചെയ്യേണ്ടത്
ഈ കമ്പനിക്കകത്തൊക്കെ ചെയ്യാൻ സുഖമാണ്. ഈ അങ്ങനത്തെ രീതിയിൽ അറിയില്ലേ ഈ ഇതിൽ അതേപോലെയാണ് അതില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വോയിസ് ഒക്കെ അയക്കാൻ വേണ്ടി പറഞ്ഞത്. എന്ത് ചേച്ചൊക്കെ കൊണ്ട് വെറുതെ അയക്കാൻ പറഞ്ഞത്. അത് ഫുള്ള് സാറ് പറഞ്ഞ ഞാനിപ്പോ എഴുതി അയച്ച എത്രയോ 5-8 പേജില്ലേ അത് വായിച്ച് സാറിന് പറഞ്ഞു തരിക. അത് വായിച്ച് പറഞ്ഞു വന്നിട്ട് പുതിയതായിട്ട് രണ്ടും ചെയ്താൽ മതി. എന്നിട്ട് അതിന്റെ വോയിസ് കൂടി അയച്ചാൽ മതി. അംജദേ ഈ ആ വോയിസ് എനിക്ക് അയച്ചു തന്നെ ഞാൻ ഇപ്പോഴാണ് കണ്ടേ. പിന്നെ ഒരു കാര്യം പറയാം, നമ്മളിപ്പോ ഇന്നെടുത്ത ക്ലാസ് നാളെ ഇന്ന് ചെയ്തിരുന്നുണ്ടെങ്കിൽ നാളെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ × 10 പ്രാവശ്യം നിങ്ങൾ ഇമ്പോഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. × 10 അത് കഴിഞ്ഞു പണി ഉണ്ടായിക്കോട്ടെ, ചെയ്യാൻ ടൈമിലായിക്കോട്ടെ, ഈ ടൈം കണ്ടെത്തിയേ പറ്റൂ. അത് നിങ്ങൾ പണിക്ക് പോയി വന്നിട്ട് ഇരിക്കാനും വേണ്ടില്ല, ഇനി വരാതെ ഇരിക്കാനും വേണ്ടില്ല, പൊളിച്ച് കിണിച്ചാലും വേണ്ടില്ല, ഇരിക്കാതായാലും വേണ്ടില്ല, 4 മണിക്ക് ഇരിച്ചാലും വേണ്ടില്ല, രാത്രി കുത്തിന്നാലും വേണ്ടില്ല. ഈ പറഞ്ഞ സാധനം നമ്മൾ ടൈം വെക്കുക. കാരണം HR ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ടൈം മാനേജ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി. ഇത് രണ്ടും ഇല്ലാത്ത ആൾക്കാർ എവിടെ എത്തൂല. HR എന്നുള്ള പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലാക്കണല്ലോ. അത് ടൈമിന് ചെയ്തു തരണം. 10 മണി നാണെന്നുണ്ടെങ്കിൽ അത് 10 മണിയാണ്, പിന്നെ അത് 10:01-02 പോരുത്. മനസ്സിലായോ? ഇനി പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും എത്രയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അതൊരു 10-20 പ്രാവശ്യം എക്സ്ട്രാ ചെയ്യാൻ പോകും. പിന്നെ ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ കുറെ ഇരിക്കേണ്ടി വരും. മനസ്സിലാക്കണോ? അപ്പൊ നിങ്ങൾക്ക് ഒരു ടൈം ഇപ്പൊ ഇന്ന സമയത്തിനുള്ളിൽ ചെയ്ത് അയച്ചതാണ്. എന്റെ ക്ലാസ് മാത്രം കേൾക്കാൻ നിങ്ങൾക്ക് ഐഡിയ കിട്ടില്ല. നീ നാളെ നോക്കി നാളെ കുത്തിരിക്കുമ്പോ കുറെ ഡൗട്ട് ഉണ്ടോ, നീന്റെ പേര് മാറ്റിക്കോ, അതൊക്കെ അവസാനം ഉണ്ടോ, എനിക്ക് അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ദിവസങ്ങളൊക്കെ എന്താണെന്ന്. അപ്പൊ ഇതേപോലെ ഡൗട്ട് ക്ലിയർ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണം, നേരത്തെ ചെയ്താലുള്ളൂ ആ പഠിച്ച ഓർമ്മയിൽ കുറെ കാര്യങ്ങൾ എഴുതാൻ കഴിയുള്ളൂ. ഇതിപ്പോ പഠിച്ചിട്ട് മറന്നു പ്രാക്ടീസിങ് ഇല്ലാതെ. പ്രാക്ടീസ് മോർ പെർഫെക്റ്റ് ആണ്. കാരണം നമ്മൾ പ്രാക്ടീസ് ഇപ്പൊ എക്സാമിനോട് പറയാം, നീ അക്കൗണ്ടിങ് അങ്ങനെ ഇത്ര വലിയ അടിപൊളിയാവുന്നതാ, ഈ എന്നും പോയിട്ട് അക്കൗണ്ടിങ് ചെയ്യാം അല്ലേ അല്ലേ എന്നും പോയിട്ട് എവിടെ പോയി എന്താക്കൂ, അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഫിനാൻസ് കാര്യങ്ങൾ അക്കൗണ്ടിങ് പഠിക്കും. ഇതേപോലെയാണ് HR ഡെയിലി ചെയ്യണം വർക്ക്സ്. എന്നാൽ മാത്രമേ നമുക്ക് ഇത് കരിയർ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മനസ്സിലാക്കണോ? അയക്കണോ? പിന്നെയാണ് HRP പറഞ്ഞത്. HRPന്റെ കീ ആസ്പെക്ട്സ് നമ്മൾ പറഞ്ഞു. ഇത് രണ്ടെണ്ണമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മനസ്സിലാക്കണല്ലോ. ഇനി ഓരോ ചെറിയ ചെറിയ പ്രാക്ടിക്കൽ ഉണ്ടാവും, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും കേട്ടോ. പിന്നെ അടുത്തതാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. നമ്മൾ ഈ ഒരു HR ചെയ്യാന്നുണ്ടെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ഇമ്പോർട്ടൻസ്, എന്തൊക്കെ നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. ഒന്നാമത്തെ നമ്മുടെ കമ്പനിയുടെ ഓർഗനൈസേഷൻ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലാക്കണോ? ഇപ്പൊ എന്റെ കമ്പനിക്ക് ഇപ്പൊ എത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കമ്പനിയിൽ കാര്യങ്ങൾ എനിക്കത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഓവർ സ്റ്റാഫിങ്ങും അണ്ടർ സ്റ്റാഫിങ്ങും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഞാൻ എന്റെ കമ്പനി നാളെ HR ആയിട്ട് കയറുന്ന സമയത്ത്, അവിടെ HRP ആയിട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് എന്റെ കമ്പനികളിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും. കാരണം മാനേജേഴ്സ് ഇതൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലായല്ലോ? മാനേജേഴ്സിന് 4ാം ക്ലാസ് കുസ്തിയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒരു വയസ്സായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം പറഞ്ഞു, സാർ നമ്മൾ HR ചെയ്യാണ് എന്നുണ്ടെങ്കിൽ സാറിന് ഓവർ സ്റ്റാഫിങ്ങും അണ്ടർ സ്റ്റാഫിങ്ങും കൊടുക്കാൻ വേണ്ടി പറ്റും. സ്റ്റാഫ് നമുക്ക് അധികമായിട്ടുള്ള ഇന്നത്തെ മാനേജ്മെന്റ് നിങ്ങളോട് ചോദിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇതിലേക്ക് ഒരു 10 ആൾക്കാർ വേണ്ടിയത് നിങ്ങൾക്ക് അതിന് 5 ആൾക്കാരെ ഉണ്ടെന്നുണ്ടെങ്കിൽ 5 ആൾക്കാർ വേണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ആർക്ക് ബുദ്ധി വേണം? ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന HR അതിന് ബുദ്ധി ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ഫ്ലോപ്പ് ആയിരിക്കും ഉണ്ടാവും. മനസ്സിലാക്കണോ? ആയിക്കണല്ലോ. പിന്നെയാണ് കോസ്റ്റ് എഫിഷ്യൻസിയാണ്. നമുക്ക് അമിതമായിട്ട് ചെലവും നമുക്ക് വേണ്ട, നമുക്ക് ലിമിറ്റഡ് ആയിട്ട് ചെയ്യാം. കാരണം നമ്മൾ ആലോചിക്കുന്ന HRP എല്ലാ കമ്പനിയിലും ഉണ്ടാവും. എല്ലാ കമ്പനിക്കാർക്കും സജഷൻസ് മതി, ഇംപ്ലിമെന്റേഷൻ എക്സിക്യൂഷൻ ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ പോയിന്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അമിതമായിട്ടുള്ള ചെലവുകളൊന്നും നമ്മുടെ ഓർഗനൈസേഷനിൽ വരില്ല. ലേബേഴ്സുകള് കുറെ എക്സ്പെൻസുകളൊന്നും നമ്മുടെ കമ്പനിക്ക് അധികമായിട്ട് വരില്ല. പിന്നെ നമുക്കുള്ളത് എംപ്ലോയി ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം ആലോചിച്ച് നോക്കി, ഒന്ന് വെറുതെ നിൽക്കുന്ന ഒരു എംപ്ലോയിക്ക് ഈ ഒക്കെ ടാസ്ക് കൊടുക്കുന്ന സമയത്ത് ഓരോ ആലോചിക്കും. ആ ആലോചിക്കുന്ന സമയത്ത് ഓരെന്ത് ചെയ്യും? തലന്റെ ബുദ്ധി ഓടും. മനസ്സിലാക്കണം? ഓർക്ക് എംപ്ലോയിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ടാസ്ക് നിങ്ങൾ അണ്ടറിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ കൊടുക്കുന്ന സമയത്ത് അവിടെ പ്രോപ്പറായിട്ട് എന്ത് സംഭവിക്കും? നന്ദന്റെ ടാസ്ക് തന്നാൽ കൂടൂലേ? എന്റെ തല ഡെവലപ്മെന്റ് കൂടൂലേ? ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കൂടൂലേ? അതൊക്കെ കോൺസെപ്ഷ്യൽ ആയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. പിന്നെ നമുക്ക് അത്യാവശ്യം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ പഠിക്കാനുള്ളതാണ് ജോബ് അനാലിസിസ്. ഓക്കെ, എന്താണ്
ജോബ് അനാലിസിസ്. എന്താണ് ജോബ് അനാലിസിസ് എന്ന് പഠിക്കാനുള്ളത്? ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം ആർക്കെങ്കിലും? ജോബ് അനാലിസിസ് അറിയോ? ജോബ് അനാലിസിസ് എന്താണുള്ളത് അറിയോ? അറിയില്ലേ? ഒന്ന് പറഞ്ഞോ. അതൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതിന്റെ മുന്നേ തന്നെ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാവും? എന്താണ് ഒരു ആ ജോബിൽ ചെയ്യാനുള്ളത് പറ്റും. വേറെ ആർക്കെങ്കിലും ഇനി എല്ലാം അറിയുന്നുണ്ടോ? ഉണ്ടോ ഉണ്ടോ ഉണ്ടോ? ആർക്കും അറിയില്ല. കുറച്ചു നേരത്തെ അംജദിന് മാത്രമേ അറിയുള്ളൂ. അതാണോ? എന്താ ഈ ജോബ് അനാലിസിസ്? അറിയൂല. താങ്ക് യു. നന്ദന മറന്നുപോയി, മുന്നേ പഠിച്ചിരിക്കാണ്. അടിപൊളി, ഉഷാർ ഉഷാർ. അർച്ചനക്ക് അറിയോ? മറന്നുപോയി. മറന്നുപോയോ? അടുത്ത ജോബിനെ പറ്റി, അതിന്റെ റോളിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങള് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ അനലൈസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ജോബ് എന്താ? ജോബ് വാട്ട് യു മീൻ ബൈ ജോബ്? വാട്ട് യു മീൻ ബൈ ജോബ്? ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേതനത്തിന് സാലറിക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക് ചെയ്യുന്നത് അല്ലേ നന്ദന? അല്ലേ? ഈ എന്തിനാ? എന്താ ജോബ്? ജോബ് എന്താ പറയാതെ ഓടിക്കവന്? എന്താ ജോബ്? പണി അല്ലേ? എക്സാക്ട് മീനിങ് ഓഫ് പണി. പണി എടുക്കുക. അനാലിസിസും അത് വിശകലനം ചെയ്യണം. വേണ്ടേ? ഇത് നമ്മൾ പറയുന്ന പേരാണ് ജോബ് അനാലിസിസ്. എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ, ജോബ് അനാലിസിസ് is the process of examining the job to identify the duties, responsibilities, skill, qualification or condition. നമ്മളെ കമ്പനിയിൽ ഉണ്ടാകുന്ന ഡ്യൂട്ടീസുകൾ ഉണ്ടാവില്ലേ? ഒരു അത്രയ്ക്ക് കമ്പനിയിൽ ഡ്യൂട്ടീസ് ഇല്ലേ? രാവിലെ വന്നു കഴിഞ്ഞാൽ അവിടെ പോയി ആനാണോ തന്നെ വിളിക്കല്? ആണോ? അല്ല, നന്ദനക്ക് അവിടെ എന്താ വേണ്ടി? ഡ്യൂട്ടി ചെയ്യാനുണ്ടാവും അല്ലേ? ഇതിന്റെ സ്പെസിഫിക് ടൈം ഓഫ് ഡ്യൂട്ടീസ് ഉണ്ടാവും. കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ നമുക്ക് സ്കില്ലും ക്വാളിഫിക്കേഷനും വേണ്ടേ? ഇന്നത്തെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് എക്സാമിൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസ്. ഒരു ജോബിലേക്ക് വരുമ്പോൾ എന്തൊക്കെ വരും? നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, ഡ്യൂട്ടീസുകൾ ഉണ്ടാവും, വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാവും, സ്കില്ല് ഉണ്ടാവും, ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് നമ്മൾ എന്ത് പറയുന്നത്? ജോബ് അനാലിസിസ് എന്ന് നമ്മൾ പറയാം. അതിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്? ഹയറിങ്ങിന് ഹെൽപ്പ് ചെയ്യൂലേ? അനാലിസിസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏതാളെ എടുക്കണം, ഇയാൾക്ക് എന്ത് ഡ്യൂട്ടീസ് കൊടുക്കണം, ഇയാൾക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി കൊടുക്കേണ്ടി എന്നുള്ള അറിയില്ലേ? അപ്പൊ നമുക്ക് ഹയറിങ്ങിൽ അറിയാൻ വേണ്ടി പറ്റും, ട്രെയിനിങ്ങിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും, പെർഫോമൻസ് ഇവാലുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കോമ്പൻസേഷൻ ഡിസിഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കോമ്പൻസേഷൻ സാലറി കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇത് അറിയണം എന്നുണ്ടെങ്കിൽ ഓരോ ഡ്യൂട്ടീസും ഓരോ റെസ്പോൺസിബിലിറ്റീസും ഓരോ സ്കില്ലും ഓരോ ക്വാളിഫിക്കേഷൻ ഓരോ വർക്കിംഗ് കണ്ടീഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മനസ്സിലാക്കണോ? ഇത് നമ്മൾ പറയുന്ന പേരാണെന്ത്? ജോബ് അനാലിസിസ്. എന്താ പറയുന്നത്? ജോബ് അനാലിസിസ്. മനസ്സിലാക്കണോ? അയക്കണോ? എല്ലാവർക്കും അയക്കണോ? ഞാൻ പറഞ്ഞത് ഇത് പോയിന്റ് വൈസ് പഠിക്കല്ലോ. ഇതിന്റെ കോൺസെപ്റ്റ് തലേ കയറ്റുക ചെയ്യേണ്ടി. കോൺസെപ്റ്റ് നിങ്ങൾ തലേ കയറ്റാണ് ചെയ്യേണ്ടത്. അടുത്ത നോക്കുക, നമ്മൾ കമ്പനി ജോബ് അനാലിസിസ് ചെയ്യുന്നതിന് കുറച്ച് പ്രോസസ്സുകളുണ്ട്. അപ്പൊ വെറുതെ പോയി ജോബ് അനാലിസിസ് ചെയ്യാനൊന്നും വേണ്ടിയിട്ട് പറ്റില്ല. മനസ്സിലാക്കണല്ലോ? നമ്മൾ വെറുതെ പോയിട്ട് ഇനി നന്നായിട്ട് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഐഡിയ നമുക്ക് കിട്ടണം. എന്താ ജോബ് അനാലിസിസ്? നമുക്ക് JD, JSM ഒക്കെ നമുക്ക് പ്രാക്ടീസേഷൻ ചെയ്യാം. ഒരുപാട് പ്രാക്ടീസേഷൻ ചെയ്യുന്നുണ്ട്.
ചെയ്യാണ്ട് അതിനോട് ശ്രദ്ധിച്ചിരിക്കണം, ഫോക്കസ് തെറ്റരുത്. ജോബ് അനാലിസിസിന്റെ കുറെ പ്രോസസ്സുകൾ ഉണ്ട്. ഏതൊക്കെ രീതിയിലുള്ള പ്രോസസ്സ് ഉണ്ടോ? ഒന്നാമത്തെ പ്രോസസ്സാണ് നമുക്ക് ആ ജോബ് ഐഡന്റിഫൈ ചെയ്യാം. വേണ്ടേ വേണ്ടേ ജോബ് അനാലിസിസിൽ നമുക്ക് ഏത് ജോബാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. എന്റെ കമ്പനിയിലെ അക്കാദമിക് കൗൺസിലർ ഉണ്ട്, ടെലികോളർ എന്ന് പറയും. ആ ടെലികോളർ ജോബാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പേരാണ് ഐഡന്റിഫൈ ദ ജോബ്. സെക്കൻഡ് വൺ, കളക്ട് ഇൻഫോർമേഷൻ. വാട്ട് യു മീൻ കളക്ട് ഇൻഫോർമേഷൻ? കളക്ട് ഇൻഫോർമേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഓരോരുത്തർ ആ ഡാറ്റാസ്, അതിന്റെ റെസ്പോൺസിബിലിറ്റീസ്, അതിന്റെ ഡ്യൂട്ടികൾ, അതിന്റെ റിക്വയർമെന്റ്സ് നമ്മൾ എന്താക്കണം, കളക്ട് ചെയ്യണം. എന്ത് ചെയ്യണം? കളക്ട്, ഗാദർ ചെയ്യണം. മനസ്സിലാക്കിയല്ലോ? എന്ത് ചെയ്യണം? ഗാദർ ചെയ്യണം. മൂന്നാമതാണ് ഈ കിട്ടിയതിനെ കുറിച്ച് നമ്മൾ എന്താക്കണം, ടാസ്കിനെ, ജോബ് ടാസ്കിനെ കുറിച്ച് നമ്മൾ എക്സാമിൻ ചെയ്യണം, വിശകലനം ചെയ്യണം. നമ്മൾ പറഞ്ഞതിലേക്ക് എത്തി. എന്തെങ്കിലും പറഞ്ഞേ, അനാലിസിസ് എന്ന് പറഞ്ഞാൽ എക്സാമിൻ ദ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അല്ലേ ക്വാളിഫിക്കേഷൻ, വർക്കിംഗ് കണ്ടീഷൻ അല്ലേ. അതേപോലെ നമ്മൾ ജോബിന്റെ ടാസ്കുകൾ നമ്മൾ എന്താക്കണം, എക്സാമിൻ ചെയ്യണം. മനസ്സിലാക്കിയല്ലോ? ഈ സ്കില്ലിലേക്ക്, ഈ ടാസ്കിലേക്ക് ഈ സ്കില്ല് നീഡഡ് ആണ്. ടെലികോളർക്ക് കമ്മ്യൂണിക്കേഷൻ നീഡഡ് ആണ്. നമ്മൾ ബികോമിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർക്ക് 2 കൊല്ലം ഫിസിക്സ് പഠിപ്പിച്ചുള്ള എക്സ്പീരിയൻസ് നീഡഡ് ആണ്. ഒരു എന്താ പറയുക, കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർക്ക് ആസ് എ എക്സർവൈസ് ആയിട്ട് ഈ കാര്യം കിട്ടേണ്ടതുണ്ട് എന്ന് നമ്മൾ എന്താക്കണം, ആ ഒരു ജോബ് ടാസ്ക് നമ്മൾ എന്താക്കണം, ഇവാലുവേഷനിൽ എക്സാമിൻ ചെയ്യണം. മനസ്സിലാക്കണോ? അയക്കണോ? അടുത്തതാണ് ഡാറ്റ. ഈ കിട്ടിയ ഡാറ്റ നമ്മൾ ഓർഗനൈസ് ചെയ്തുകൊണ്ട് കിട്ടിയ ഇൻഫോർമേഷൻ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യണം. എനിക്ക് നിങ്ങളെ കുറിച്ച് കണ്ടൊക്കെ ഡാറ്റ കിട്ടി. ഈ ഡാറ്റിനെ കുറിച്ച് കണ്ട് നിങ്ങളെ കുറിച്ച് ഞാൻ എന്താ അനാലിസിസ് ചെയ്യണം. ഹുയിസ് അംജദ്, ഹുയിസ് നന്ദന, ഹുയിസ് അർച്ചന, ഹുയിസ് ഇവ, ഹുയിസ് മനോ, എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം. വേണ്ടേ? എന്നാലും എനിക്ക് ഇതിനെ കുറിച്ച് കണ്ട് എന്താ അനാലിസിസ് ചെയ്യാൻ വേണ്ടി കിട്ടുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ, നമ്മളിപ്പോ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് നമ്മൾ നോക്കൂലേ, ഇത്ര ടീമിന്റെ പോയിന്റ് ഇങ്ങനെ നമ്മൾ അനാലിസിസ് ചെയ്യണല്ലേ അല്ലേ. ഇന്ന ടീം ഇത്ര പൊട്ടിയില്ലേ, ഇന്ന പൊട്ടി കഴിഞ്ഞ ഈ കളി സമനിലായി കഴിഞ്ഞാൽ 5-ാം സ്ഥാനത്ത് എത്തും, ഇനി ജയിക്കുകയാണെങ്കിലോ 3-ാം സ്ഥാനത്ത് എത്തും. എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഈ ടേബിളിനെ നമ്മൾ അനാലിസിസ് ചെയ്തതിന്റെ ശേഷമാണ് നമ്മൾ പറയുന്നത് അല്ലേ. എല്ലാം നമുക്ക് ബുദ്ധി ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, കമ്പനിയുടെ ബേസിൽ കിട്ടിയ ഇൻഫോർമേഷൻസ്, ജോബ് ടാസ്കിനെ കുറിച്ച് നമ്മൾ എന്താക്കണം, ഡാറ്റനെ അനലൈസ് ചെയ്യണം. മനസ്സിലാക്കണം? ഡാറ്റനെ അനലൈസ് ചെയ്യണം. പിന്നെയാണ് നമ്മൾ എന്തുണ്ടാക്കി പറഞ്ഞതിന് ശേഷമാണ് നന്ദന HR ആണ് എന്നുണ്ടെങ്കിൽ നന്ദനയ്ക്ക് ഞാൻ ജോബ് ഡിസ്ക്രിപ്ഷനും JDയും ജോബ് സ്പെസിഫിക്കേഷൻസ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ നമ്മൾ നോക്കണം, എന്റെ കമ്പനിയിലേക്ക് എന്തൊക്കെ വേണം, എന്റെ കമ്പനി ഇപ്പൊ വേക്കൻസി ഉണ്ടോ, എന്റെ വേക്കൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൻ എന്തൊക്കെയാണ് എക്സാമിൻ ചെയ്യേണ്ടേ. ഇപ്പൊ അങ്ങനെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലായി നമുക്ക് HR ആണ്. അപ്പൊ ഈസ് ദാറ്റ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റീസ്, ജോബ് സ്പെസിഫിക്കേഷൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നടക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ റിവ്യൂ ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അതാണ് എൻ്റെ അപ്ഡേറ്റ് എന്നുള്ളത്. മനസ്സിലാക്കണം? ഇത് നമ്മൾ പറയുന്ന പേരാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. ജോബ് അനാലിസിസ് ഒന്ന് നോക്കി നോക്കി, 1 മിനിറ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കി. അപ്പൊ ചോദിക്കട്ടോ ചില ആൾക്കാരോട്, ഒരു മിനിറ്റ് നോക്കിയാ
നോക്കിയോ നോക്കിയോ? നോക്കിയോ? ക്യാമറ ഓപ്പൺ ചെയ്യും. എല്ലാരും നോക്കിയോ? എന്നാ പറ ഹിബ പറഞ്ഞോ. എന്താ പറയണ്ടേ? എന്താ അപ്പൊ നമ്മൾ എടുത്ത്? ജോബ് അനാലിസിസ്. ആ അങ്ങനെ വാ, അതന്നെ പേൻ പറഞ്ഞോട്. എനിക്കറിയാലോ പഠിച്ചിട്ടുണ്ടെന്ന്. ഹിബൊക്കെ ഇപ്പൊ നമ്മളെ ബാച്ച് ഏറ്റവും നല്ല കുട്ടി ഹിബ കേട്ടോ. ഇപ്പൊ എന്താ വെച്ചാ പറഞ്ഞ കാര്യം അതേപോലെ ചെയ്യും, അതാണ് ഹിബ. അതൊക്കെ ആ അംജദ് അടിപൊളി. ഹിബക്ക് എത്ര സപ്പോർട്ടേഴ്സ് ഉള്ള അവിടെ. ആ പറഞ്ഞ കാണിക്കാതെ. ഹിബക്കെ വെച്ചാൽ കുറവ് കാണുന്നുണ്ട്, കിട്ടുന്നില്ല. നമുക്ക് ഇവരെ അത് മാറ്റി പിടിക്കാം. അംജദ് ഏ അംജദ് ഞാൻ അടുത്തേക്ക് പോക്കാം. അർച്ചന പറയും, അർച്ചന പറയും. ജോബ് അനാലിസിസ്. ആ അത് ക്ലിയർ ആണോ എന്നുള്ള അംജദ് നോക്കിയിട്ട് പറയൂട്ടോ. അത് എന്ന് പറഞ്ഞ പ്രോസസ് ഓഫ് കളക്ടിങ് ആൻഡ് എക്സാമിനിങ് the duties, responsibilities, skills and qualification of a job in detail. പരീക്ഷക്ക് ഉത്തരം എഴുതാൻ പോകണല്ല, ഇതില് അർത്ഥം എന്താ സംഭവം? എങ്ങനെ കമ്പനി അതോ ഫസ്റ്റ് ഏത് ജോബാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക. ജോബിന്റെ ടാസ്ക് ഒക്കെ അനലൈസ് ചെയ്യുക. ഓർഗനൈസ് ആൻഡ് അനലൈസ് ഡേറ്റ. പിന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ. നോക്കി അതിന്റെ
പറയൂ. എന്താണ് ഇത്? അഞ്ചൊക്കെ പറ. അതായത് ഒരു ജോബിലേക്ക് ജോബ് അനലൈസിൽ നടക്കുമ്പോൾ ആദ്യം ആ ജോബിനെ കുറിച്ച് എന്താണ് ആ ജോബ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, പിന്നെ അതേപോലെ അതിന് വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് അതിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം, സ്കിൽസ് വേണം എന്നൊക്കെ മനസ്സിലാക്കി. എന്നിട്ട് അതിൽ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ ആദ്യം എന്താണ് ജോബ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. പാട്ടേക്ക് കൃത്യമായിട്ട് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക, ആ ജോബിൽ എന്തൊക്കെ ചെയ്യാനുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ അത് എക്സാമിൻ ചെയ്യുക, ഇനി എന്തൊക്കെ അതിൽ ചെയ്യാൻ പറ്റും, എന്തൊക്കെ സ്കില്ലുള്ള ആൾക്കാർ വേണം എന്നൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്ത് അത് വെച്ചിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ ചെയ്ത് പിന്നീട് അങ്ങനെ ജോബ് സ്പെസിഫിക്കേഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് റിവ്യൂ ചെയ്ത് അപ്ഡേഷൻ. പറയും നന്ദന. ജോബ് അനാലിസിസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ജോലിനെ കുറിച്ച്, എന്ത് ജോലിയാണോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും എന്നിട്ട് അതിന് ആവശ്യമുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ കളക്ട് ചെയ്യുന്നു. അത് പല രീതിയിലുണ്ടാവും. ക്വാളിഫിക്കേഷൻ, സ്കിൽസ്, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് തിരിച്ചിട്ട് ഓരോ കാര്യങ്ങളും കളക്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഇതാണ് ജോബ് അനാലിസിസ്. ഇപ്പൊ മനസ്സിലായല്ലോ നമ്മൾ കമ്പനി ജോബ് അനാലിസിസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ആയിട്ടുണ്ടോ? പിന്നെ നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കാനുള്ളത് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇതിന്റെ ടൈപ്സ് ഉണ്ട്, അതൊക്കെ ടൈപ്പാണുള്ളത് എന്നുള്ളതുണ്ട്. നമ്മൾ പഠിച്ചത് തന്നെയാണ്. സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ജോബിനെ ഐഡന്റിഫൈ ചെയ്യണം, ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യണം, എക്സാമിൻ ചെയ്യണം, അനലൈസ് ചെയ്യണം, ജോബ് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ട് ചെയ്യണം. മനസ്സിലായല്ലോ? അതിന്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ, ജോബ് കളക്ഷൻസ് എങ്ങനെയൊക്കെയാണ്, ജോബ് റെസ്പോൺസിബിലിറ്റീസ് വേണം, സ്കിൽഡ് ക്വാളിഫിക്കേഷൻസ് നമ്മൾ നോക്കണം, വർക്കിംഗ് എൻവയോൺമെന്റ് നമ്മൾ നോക്കണം, ടൂൾസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഉപയോഗിക്കണം, വർക്ക് റിലേഷൻഷിപ്പ് വേണം, പെർഫോമൻസ് സ്റ്റാൻഡേർഡ് വേണം, കോമ്പൻസേഷൻ ബെനിഫിറ്റ്സ് വേണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വേണം. മനസ്സിലായല്ലോ? ഇതൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വെക്കാൻ വേണ്ടി നോക്കാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് JD നമുക്ക് പ്രാക്ടിക്കലി പഠിക്കാനാട്ടോ JD ക്രിയേഷൻ ഒക്കെ ചെയ്യാൻ പറ്റാം. ആദ്യം ഇത് കേട്ടോളി. JD എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ JD? ടെൽ മീ മനു, വാട്ട് യു മീൻ ബൈ JD? What you mean by JD? ഇല്ലെങ്കിൽ പിന്നെ ഇവന്റെയൊക്കെ പോട്ടോ, ഇപ്പൊ അങ്ങനെ പറയാൻ കൊടുത്തിരിക്കുകയാണ്. അറിയോ? എല്ലാവരും ബസ്സിലാണേ, കേൾക്കണല്ലോ ഒന്നും. JD അറിയോ? ജോബ് ഡിസ്ക്രിപ്ഷൻ, നമ്മളിപ്പോൾ എന്ത് ജോബാണോ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യവും ഉണ്ടാവും അതിൽ. എനിക്ക് SOP ആണ് കിട്ടിയത്. എൻ്റെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉള്ള SOP എന്ന് പറഞ്ഞാൽ. SOP എല്ലാ കാര്യവും ഉണ്ട്.
എന്തൊക്കെയാ എന്റെ SOP വർക്ക് ചെയ്യാൻ? മീൻസ് SOP മോളെ, SOP JD രണ്ടും രണ്ടാണ്. SOP JD അല്ല SOP. അനക്ക് അനിയത്തി ഉണ്ടോ? SOP എന്താ? അനിയത്തി ഉണ്ടോ? ശരി. ഇല്ല ഏട്ടത്തിയോ? ഇല്ല, അനിയന. ആ ഓക്കെ. അപ്പൊ എൻ്റെ പേര് നന്ദന. അങ്ങനെ അതിൻ്റെ ഐശ്വര്യാന്നുണ്ട്. ഐശ്വര്യാണോ നന്ദന? അല്ല നന്ദനാണോ ഐശ്വര്യ? അല്ല. ആ അതപ്പൊ ഈ പറഞ്ഞേ, ഞങ്ങൾക്ക് മാറ്റിയിട്ടൊന്ന് പറഞ്ഞത് എക്സാമ്പിൾ സഹിതം പറഞ്ഞതാണ്. ആ, SOP മീൻസ് ഈ ആ കമ്പനിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെയാണ് SOP എന്ന് പറയാ. ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാന്നുണ്ടെങ്കിൽ ഡ്യൂട്ടീസും അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. നാളെ പ്രോപ്പർ HR സിസ്റ്റം ഇല്ല, നോക്കി പഠിച്ചു അവിടെ കയറി കാണാല് കേട്ടോ. ഓരോ നന്നായിട്ട് പൊന്നിച്ച് പറഞ്ഞാല് കാര്യം കമ്പനി എന്ന് പറയുന്നത് HR കാണിച്ചതാണ്. ചോദിച്ചു നോക്കല്ലേ നാളെ അപ്പൊ. അതാകുമ്പോ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓഫർ ലെറ്റർ കിട്ടിയോ? ഓഫർ ലെറ്റർ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയോ? ഇല്ല. കിട്ടിക്കണോ? ഇല്ലേ? അന്നാടെ ജോബിൽ നിന്നാണ് എടുത്തതെന്ന് നോക്കൂട്ടോ. അവസാനം നല്ലാതെ വന്ന് തന്നെ ഒഴിവാക്കൂലേക്കും. കാരണം കടലാസൊന്നും ഇല്ല, പേരിൽ ഇങ്ങനെ എടുത്തതെല്ലാരും. 3 months പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. ആയിക്കോട്ടെ, ഓഫർ ലെറ്റർ വേണ്ടേ? ഈ കമ്പനി എന്ത് നാളെ കമ്പനി പറയാ നന്ദൻ ഈ കമ്പനിയിൽ ഇല്ല. ഞാൻ ഓഫർ ലെറ്റർ ഒന്നും കൊടുത്തില്ല, പിന്നെ നന്ദൻ എങ്ങനെ അവിടെ ഓഫർ ലെറ്റർ എന്തെങ്കിലും മിനിമം വാങ്ങണം. ആ, ഓക്കെ, അത് ചോദിച്ചോക്കണം എനിക്ക് ഓഫർ ലെറ്റർ തന്നില്ലല്ലോ എന്നുള്ളത്. നല്ല ഓഫർ ലെറ്റർ തരുള്ളൂ. JD വേണം, കാരണം ഈ ആ കമ്പനിയിൽ എന്തൊക്കെ കാര്യം ചെയ്യാൻ പോകുന്നത്. കാരണം JD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JDയിലുള്ള പണി ഈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. JDന്റെ പുറത്തിറങ്ങിയുള്ള പണി അനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ പറഞ്ഞത് കമ്പനിക്ക് പ്രഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. മനസ്സിലാക്കിയല്ലോ? JD എന്ന് പറഞ്ഞപ്പോൾ എക്സാമ്പിൾ അത്രയ്ക്ക് ബില്ലിങ്ങിലേക്കാണ് ചെയ്തത്. നാളെ മാനേജർ പറയാ ഇവിടെ മൊത്തം അടിച്ചാലോ എന്ന് പറഞ്ഞാൽ ചെയ്യണ്ടല്ലോ. എന്റെ ഒരു സാധനം ഇല്ലല്ലോ ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞില്ലേ, അതിനാണ് JD എന്ന് പറയുകയാണെങ്കിൽ. നാളെ എന്നോ പറയാ ജി മറ്റേ പേഷ്യന്റിന് എടുത്ത് 3 മണിക്കൂർ നിൽക്കണം. നിൽക്കാൻ പറ്റുമോ? സിനാരിയോസ് ഹോസ്പിറ്റലാന്ന് വിചാരിച്ചാണെന്ന് ഹോസ്പിറ്റലിന് ഒന്നും ഇല്ല. കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഒക്കെ പണികൾ പല രീതിയിൽ വരും. അതിനാണ് SOP ആ കമ്പനിയിൽ എന്താ ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ കമ്പനി നിൽക്കുന്ന സെയിൽസ് SOP കൊടുത്തു. ഓരോ എന്തൊക്കെ പണി ചെയ്യുക, ഡെയിലി ജോബ്സ് മോണിറ്റർ ചെയ്യണം, ഓരോ വിളിക്കണം, ഓരോ കാര്യങ്ങൾ ചെയ്യണം, ഓരോ ഡാറ്റ റിപ്പോർട്ട് ചെയ്യണം. ഇത് ഓർക്ക് ചെയ്യുന്ന വർക്ക് ഫ്ലോ റെഡിയാക്കി കൊടുക്കുന്നതിനാണ് SOP എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നാളെ കമ്പനി വന്നിട്ട് ഈ എവിടെ ഇരിക്കേണ്ടി, നീ എന്താ ചെയ്യേണ്ടത് പറയാതെ ഇരുന്ന് ഇതിനൊക്കെ പണി ചെയ്യാൻ വേണ്ടി കഴിയുമോ? നമുക്ക് എന്ത് ചെയ്ത് തരണം? അതിന്റെ വർക്ക് ഫ്ലോ തരണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അവസാനം പോകുമ്പോൾ ഇന്നത്തെ റിപ്പോർട്ട് അത് ഹെഡിനെ ഏൽപ്പിച്ചു. ഇതന്നെ ഇവിടെ വരുന്നുണ്ട്, ഡ്യൂട്ടീസിൽ വരുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി കാര്യങ്ങൾ വരണം. ഇപ്പൊ JD എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സാധനമല്ല JD. ഇപ്പൊ JD ഇട്ടിട്ട് കാര്യമില്ല. JD എപ്പോഴാണ് കിട്ടുന്നതെന്നൊക്കെ തെളിയിച്ച് പറഞ്ഞില്ല. JD കിട്ടേണ്ടി ഇപ്പൊ നന്ദനക്ക് ഒരു ഇത് വന്ന് എക്സാമ്പിളായിട്ട് പറയാം, ഒരു കോള് വന്ന് പിന്നെ ഹോസ്പിറ്റലിലേക്ക് അക്കൗണ്ടിങ്ങിനേക്കാണ് വന്നെന്ന് പറയാം. അപ്പൊ നന്ദന പിന്നെ ആ സമയത്ത് എന്ത് ചോദിക്കണം? എനിക്ക് നിങ്ങൾ JD ഒന്ന് അയച്ചു തരീന്ന് പറയാം. അപ്പൊ ഒരാളുടെ JD അയച്ചിരും. ആ JD എന്തൊക്കെ ഉണ്ടാവാറുണ്ട്? നന്ദന ചെയ്യേണ്ട പണികളുണ്ടാവും, നന്ദന ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. നന്ദനക്ക് ഈ പരിപാടിക്ക് എന്തൊക്കെ സ്കില്ല് വേണമെന്നുള്ള ഒരു കൊടുത്തിട്ടുണ്ടാവും. നന്ദനക്ക് എന്താണ് ഈ ജോബ് ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവും. അവിടുത്തെ വർക്കിംഗ് കൾച്ചർ കൊടുത്തിട്ടുണ്ടാവും. ഇത്രയും സാധനങ്ങൾ അതിന് മെയിനായിട്ട് മിനിമം എന്തെങ്കിലും വേണം. അത് കയറി കഴിഞ്ഞിട്ടല്ല കിട്ടണേ, കയറാൻ മുന്നേ കിട്ടണം. കാരണം നമ്മളെല്ലാം JD നോക്കിയിട്ടാണ് കമ്പനിയിലേക്ക് ഉള്ളത്. അപ്പൊ നാളെ ഇന്റർവ്യൂക്ക് പോണതിന്റെ മുന്നേ എന്ത് കിട്ടണമെങ്കിൽ എനിക്ക് JD കിട്ടേണ്ടിയിരുന്നു. ആളെ എന്തൊക്കെയാണ് പണി? ഈ പറയുന്നത് 3 മാസം പ്രൊബേഷനാണ്. ഓഫർ ലെറ്റർ വേണ്ടേ? 3 മാസം പ്രൊബേഷൻ പീരീഡ് ആണ്. അത് കഴിഞ്ഞാൽ ഓളെ നിങ്ങൾ എടുക്കും എന്നുള്ളത് എന്ത് വേണം? ഓഫർ ലെറ്റർ നമുക്ക് കിട്ടണം. മനസ്സിലായോ? അത് അവിടെ മാനേജർ അവിടെ HR സൈൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടണം. എന്നാലുള്ള എല്ലാം എന്ത് ശാസ്ത്രം 3 മാസം കഴിഞ്ഞാൽ നിൽക്കുന്നു ഉദ്ദേശിക്കുന്നത്. ഞാൻ റിയാലിറ്റി പറയാം കേട്ടോ. നമ്മൾ ചോദിച്ചു അങ്ങനെ ചോദിച്ചെന്താണോ നമുക്ക് എത്ര അടുത്താണെന്നുണ്ടെങ്കിലും നമ്മള് അവിടെ പണിയെടുക്കുന്നത് കാര്യങ്ങൾ മെച്ചപ്പെടുന്ന വിചാരിച്ചിട്ടാണ്. അത് നമ്മൾ അവിടെ പോയി നമ്മൾ എന്ത് ചെയ്ത് ഓരോതിനനുസരിച്ച് കാരണം കമ്പനി ഒരു സാധനം നമുക്ക് 20,000 കൂട്ടുന്ന വിചാരിക്കുന്നുണ്ടോ? അപ്പൊ എനിക്ക് കിട്ടുന്നത് എന്താണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ചോദിച്ചു വാങ്ങണം. എനിക്ക് ഇങ്ങനത്തെ സാധനമാണ് വേണ്ടത്,
ഓഫർ ലെറ്റർ വേണോ? വെൻ ഈ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ഫെബ്രുവരിയാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. മെയ് 24-ാം തീയതി എൻ്റെ പ്രൊബേഷൻ പീരീഡ് കഴിയും. പ്രൊബേഷൻ ഇത്ര ഒരു സാലറി ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ പെർമനന്റ് ആക്കും. പെർമനന്റ് ആക്കുന്ന സമയം ഇത്ര ഒരു സാലറി ഉണ്ടാവുക. എൻ്റെ വർക്ക് ഇത്ര മുതൽ ഇത്ര വരെ എന്നൊക്കെ സാലറി വേണം. ജെഡിക്ക് വേണം. അതേപോലെ ഓഫർ ലെറ്ററിനൊക്കെ വേണം. എന്തെങ്കിലുമൊക്കെ നമുക്ക് തരണം. ഒന്നെങ്കിൽ ജെ ഡി തന്നെ തരണം. ജെ ഡി പിന്നെ ഈ ഇന്റർവ്യൂക്ക് പോകണമെങ്കിൽ മുന്നേ കിട്ടേണ്ട സാധനം ചെയ്തു. ജോബ് ഡിസ്ക്രിപ്ഷൻ. ആ ജോബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ? അതിന് നമ്മൾ വരുന്നവരാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. പക്ഷെ ഇപ്പൊ നാളെ ഇന്റർവ്യൂക്ക് പോകാന്നുണ്ടെങ്കിൽ എനിക്ക് ആ നാളെ എന്ത് ചെയ്ത് തരണം? പോകണമെങ്കിൽ മുന്നേ എന്നോട് പറയണം, സാറേ എനിക്ക് ഡീറ്റെയിൽസ് അയച്ചിരുന്നാൽ കമ്പനിക്ക് ജെ ഡി അയച്ചിട്ടാവും. അത് ഞാനൊക്കെ ആ ജെ ഡി അയച്ചു. ഈ പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യും. അതിൽ എന്തൊക്കെ ഉണ്ടാവും? ജെ ഡി എന്ന് പറയുന്നത് ഡോക്യുമെന്റ് ആണ്. ഈ ഡോക്യുമെന്റ് എന്തൊക്കെ ഉണ്ടാവും? ഡ്യൂട്ടീസ് ഉണ്ടാവും, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, സ്കിൽസുകൾ ആഡ് ചെയ്യാം, ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും, വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാവും. ഓഫർ ലെറ്റർ നമ്മളെ അടുത്ത് തന്നെ വെക്കുക അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുമോ? ഓഫർ ലെറ്റർ തരുന്ന സമയത്ത് നമ്മൾ വാങ്ങിയിട്ട് നമ്മളൊന്ന് ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ ചിലത് സൈൻ ചെയ്തിട്ട് ആ പോലെ തന്നെ വാങ്ങും. അതുപോലെ തന്നെ നമ്മൾ ജോയിൻ ആയിട്ട് ഒരു ലെറ്റർ എനിക്ക് തന്നിന്, അതിൽ ഞാൻ സൈൻ ചെയ്തിട്ട് കൊടുത്തിന്. ഓഫർ ലെറ്റർ തന്നോ? ഓഫർ ലെറ്റർ ഇല്ല, കണ്ടിട്ടില്ല. ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. സാറേ, ഈ ഓഫർ ലെറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സാലറി, ഡ്യൂട്ടി ടൈം കാര്യങ്ങളൊക്കെ അവര് നോട്ടീസ് ചെയ്തിട്ട് തരുന്ന സാധനമല്ലേ? സമയം ഞാൻ പറഞ്ഞല്ലോ, നന്ദനെ നാളെ എന്തെങ്കിലും പറഞ്ഞു, നന്ദൻ എന്ത് വിചാരിച്ച് മുന്നോട്ട് പോകും. നന്ദനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നന്ദനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. നന്ദന അങ്ങനെ അടങ്ങിയിരിക്കാനേ പറ്റുള്ളൂ. അതിനോടാണ് ജോലി ചെയ്ത സമയത്ത് സമയം. അതെല്ലാ ചർമാരും ഇപ്പൊ നാളെ നന്നാക്കിയിട്ടില്ല. കാരണം എന്താ പറയുക, ഇത് വാങ്ങിയില്ലെങ്കിൽ നാളെ എന്തെങ്കിലും പ്രശ്നമില്ലല്ലോ. അവർക്ക് ഹോസ്പിറ്റലാണ്, എല്ലാ കളിയും കളിക്കും. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കഴിയുന്ന സാധനം വേറെ വാങ്ങണം. നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സാധനം നമ്മൾ വാങ്ങിയേ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഓഫർ ലെറ്റർ ആണോ എന്നുള്ളത് ചോദിക്കുക. ഗവൺമെന്റ് ആവുന്ന സൈൻ ഞാൻ ഇന്ന കുട്ടി നന്ദന എന്ന് പറഞ്ഞ ആൾ ഇവിടെ ജോലി ചെയ്തു എന്ന് പറഞ്ഞത് ഒരു പേരിനാവുന്ന സാധനമാണ്. നിങ്ങൾക്ക് അതല്ലേ വേണ്ടേ? വിജയം എന്താക്കി പ്രതീക്ഷ വെച്ചിട്ട് അങ്ങോട്ട് പോകണം. 3 മാസം കഴിഞ്ഞ് ഞാൻ എടുക്കുന്നുള്ളത്. അപ്പൊ എടുക്കുന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ആ സാധനം തെളിവ് വേണം. വിജയം എവിടെയെങ്കിലും കണ്ടു എന്നോട് ഈ എവിടെയെങ്കിലും പേപ്പറിൽ കണ്ടു 3 മാസം കഴിഞ്ഞ് എടുക്കുന്നുള്ളത്. ഏതെങ്കിലും ഡോക്യുമെന്റ് കണ്ടോ? എങ്ങനെ? ഏതെങ്കിലും പേപ്പറിൽ 3 മാസം കഴിഞ്ഞാൽ എടുത്ത് 3 മാസം വരെ പ്രവേശനം കണ്ടുകണോ? പേപ്പറിൽ ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഒരു ലെറ്റർ തന്നിരിക്കുന്നു. അതിൽ സാലറിൻ്റെതും ഈ കാര്യമൊക്കെ പറയുന്നുണ്ട്, ജോബിൻ്റെ. ചിലപ്പോൾ അതായിരിക്കുമല്ലേ. എനിക്ക് ജേഡിയാന്ന് തോന്നുന്നു കിട്ടാത്തത്. ജേഡി അപ്പോൾ ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് ഉണ്ടാവുക, PDF ആയിട്ടുണ്ടാവും, കുറേ ഉണ്ടാവും. കുറച്ച് ജെ ഡി വേണം. ഇപ്പൊ എക്സാമ്പിൾ ജെ ഡി കുടുങ്ങിയത് എൻ്റെ മുന്നേ എനിക്ക് ഞാൻ എന്താ പറയുക, ഇങ്ങനെ വേറെ മീറ്റിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പുറത്തുള്ള ഒരു കുട്ടി ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു. എനിക്ക് ഞാൻ പുറത്ത് ഇരുന്നപ്പോൾ എനിക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അപ്പോൾ ഞാൻ നാളെ ഇന്റർവ്യൂക്ക് പോകാട്ടോ കൊച്ചിയിലാണെന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, ജെ ഡി എനിക്ക് ജസ്റ്റ് അയച്ചിട്ടാണ് ഞാൻ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് എറേഴ്സ് ഉണ്ട് എനിക്ക് പറഞ്ഞുതരാം. അപ്പോൾ ജെ ഡിക്ക് അയച്ചു തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അന്ന് ജെ ഡി അയച്ചിടാത്താണ്. ഒരു പറഞ്ഞത് നല്ല സാലറി ഉണ്ട്, 35,000-40,000 സാലറി ഉണ്ട്, ഞാൻ ജെ ഡി ഒന്നും വാങ്ങിയില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന് ശേഷം. ജെ ഡി ഒന്ന് വാങ്ങിയതിന് ശേഷം നമുക്ക് അറിയുള്ളൂ എന്താണല്ലോ. അപ്പോൾ ഓരോട് ചോദിച്ചപ്പോൾ ഓര് പറഞ്ഞു ഇതന്നെ അല്ല, എന്തിനാ ജെ ഡി നല്ലല്ലേ, ഞാൻ പറഞ്ഞില്ല നല്ല സാലറി ഒക്കെ കിട്ടൂലേ, എന്തിനാണ് ജെ ഡി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഓര് പിന്നെയും ചോദിച്ചു ജെ ഡി വേണം, ജെ ഡി അയച്ചോ. ജെ ഡി ഉണ്ട് എന്ത് മാർക്കറ്റിംഗ് ആ പണി. മാർക്കറ്റിംഗ് മീൻസ് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ പാത്രം കണ്ടല്ലോ, ഈ സാധനം കൊടുക്കുന്ന സാധനം, ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു പുതിയ പ്രൊഡക്റ്റ് അതിലേക്ക് അവൈലബിൾ അതിലേക്ക് വെച്ചാൽ രണ്ടാമത്തെ കാര്യം നമുക്ക് പറഞ്ഞ സാലറിന് എങ്ങനെ ഇരിക്കും വെച്ചാൽ ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടാണ് പണി ഉണ്ടാവുക. അതൊരു സ്പെഷ്യലായി മെൻഷൻ ചെയ്തിരിക്കണം. ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് എനിക്ക് പണി ഉണ്ടാവുക, ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടൂല. പിന്നെ മൂന്നാമത്തെ കാര്യം മാസത്തിൽ ലീവ് ഇല്ല. അത്രേ ഉള്ളൂ. 1-2 ലീവില്ല. ഒരു ഭരണ ദിവസം ലീവ് എടുക്കുക. ഇത് ഒരു ഈ ജെ ഡി വാങ്ങാതെ പോയി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം ബോണ്ടിൽ അവരോട് നിൽക്കേണ്ടി വരും. ബോണ്ട് ലീഗിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അവരോട് നിൽക്കേണ്ടി വരും. ഡോക്യുമെന്റ്സ് കുറച്ചുകൂടി വാങ്ങിയിട്ടുണ്ട്, പ്ലസ് ടു ഒക്കെ
അപ്പോൾ നിർബന്ധമായിട്ട് 3 മണിക്കൂർ മാസത്തിൽ പണിയെടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഓരോ സ്ഥലങ്ങളുണ്ട് എന്നുള്ള നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതേസമയം ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് എന്തെങ്കിലും ചിലവർ മുന്നേ തന്നെ അയച്ചല്ല, അവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ അയച്ചുള്ളൂ. അപ്പൊ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം പുറത്തുനിന്ന് JD വാങ്ങാം. എന്നിട്ട് നിങ്ങൾ കൺഫർമേഷൻ എടുക്കുക. ഇഫ് ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. ഗുഡ് ആണെങ്കിൽ മുന്നോട്ട് പോകാൻ, നോട്ട് ഗുഡ് ആണെങ്കിൽ ബാക്കോട്ടേക്ക് വരാം. അപ്പൊ JD ഇതൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരാളത്തെ സമയം ജസ്റ്റ് നിങ്ങളെ സൈൻ ചെയ്യിപ്പിച്ച് നിങ്ങളാണ് പണിയെടുക്കേണ്ടത്. ഇവിടെന്നോ ഓക്കെ. അപ്പോൾ ഇതേപോലത്തെ രീതിയിലത്തെ കാര്യങ്ങൾ എന്താക്കണം, നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അസൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മനസ്സിലാക്കണം. അപ്പൊ എല്ലാവരും വേറെ കമ്പനിയിൽ പോവാണ്, ചിലര് പറയും പ്രൊഡക്ഷൻ പീരീഡിലാണ്, ഇങ്ങനെയാണ് മറ്റാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പ്രോപ്പറായിട്ട് ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രം മതി. മനസ്സിലാക്കണോ? ഓക്കെ, ചെക്ക് ചെയ്താൽ തന്നെ ഏകദേശം എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൊബേഷൻ പീരീഡിൽ എന്തൊക്കെയാ ഉണ്ടാവുക? പ്രൊബേഷൻ പീരീഡ് JD എന്തൊക്കെ ഉണ്ടാവും, അത് കമ്പനീന്റെ ആസ് പെർ ദ കമ്പനി റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ്. അപ്പൊ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലത്തെ കാര്യങ്ങൾ ഉണ്ടാവും. അത്ര ടൈം എടുക്കണം, ഗ്രോത്ത് കൊണ്ടുവരണം, കൊണ്ടുവന്നിനി കമ്പനിയിൽ എടുക്കില്ല എന്നൊക്കെ ബേസിക്കുള്ള കാര്യം. കാരണം ഇപ്പം കുട്ടിക്ക് തീരെ സീരിയസ്നെസ് ഉണ്ടാവില്ല. കാരണം അക്കാദമി കമ്പനിയാണ്, അക്കാദമിയിൽ പഠിച്ച് വരുന്ന കുട്ടികളാണ്. അപ്പൊ കമ്പനിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഓരോ താളിപ്പോൾ എനിക്കും ഉണ്ടാവും. പാടില്ലേ, നാളെ വൈകുന്നേരം അയച്ചാൽ പറഞ്ഞാൽ മറ്റന്നാൾ വൈകുന്നേരം അയച്ചില്ല. കമ്പനി പോയി കഴിഞ്ഞാൽ സാലറി അങ്ങോട്ട് കട്ടായിക്കാളും, സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് കട്ടായിക്കാളും. 3 മാസത്തിൽ എത്ര കൊടുക്കാൻ പ്രത്യേകിച്ച് പ്രശ്നം. അപ്പോൾ പിന്നെ ഒരാൾ പണിയെടുക്കണില്ല, സർട്ടിഫിക്കറ്റ് കൊടുക്കൂല. അപ്പം ഞാൻ എൻ്റെ ഒരു ചങ്ങായിയാ മോനെ ഏതോ സ്ഥലത്ത് ഇന്റർവ്യൂക്ക് പോയ സമയത്ത് ഒരു കൊല്ലം കഴിഞ്ഞാലുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ 1 കൊല്ലം മിനിമം ദാറ്റ് മീൻസ് നമ്മളൊരു എൻക്വയറി കൊടുക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ വേക്കൻസീസിന് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ഞാൻ നാളെ അക്കൗണ്ടിന് കൊടുക്കുന്ന സമയത്ത് കോഴിക്കോട് മാത്രം കൊടുത്താൽ തന്നെ കിട്ടും ഒരു 2000 രൂപ ചുരുങ്ങി ഒരാഴ്ച ആണ് ഉണ്ടായി. അത്രയും ഉണ്ട് കുട്ടികൾ. അപ്പം അവിടെ നമ്മളിങ്ങനെ അടിപൊളി ആവുന്നുണ്ടെങ്കിലാണ് ഇവിടെയാണ് നമുക്ക് കിട്ടുന്ന പ്രാക്ടിക്കൽ സ്കിൽസ് എന്നുള്ളത് നമ്മളറിയേണ്ടത്. മനസ്സിലാക്കണല്ലോ. ഇതേപോലെ കാര്യം ഇപ്പം എക്സാം അയച്ചു, ഇപ്പം ഞാൻ ഈ സ്ഥലത്ത് പ്രാക്ടിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ കമ്പനിക്ക് ചോദിക്കൂല അല്ലേ? ചോദിക്കൂല അങ്ങനെ ആരാർക്കും തോന്നും. പക്ഷെ നിങ്ങളൊക്കെ ട്രാപ്പാക്കുന്ന പല കമ്പനികളുണ്ട്, അറിയൂല. ട്രാപ്പാട്ടാക്കിക്കാളും ഇങ്ങനെ വളർന്നാളും നമ്മളെ തിരിയാനും വീരം പറയാനും ചെയ്യാം. അങ്ങനെയുള്ള കുറേ കമ്പനീസുകളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പെടേണ്ടത് വിചാരിച്ചിട്ടാണ് കാര്യം നേറ്ററായിട്ടാണ് പറഞ്ഞത്. മനസ്സിലായി? ഈ JD എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, JS എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു എല്ലാ ക്ലാസ്സിൽ. ഇപ്പോൾ പ്രാക്ടിക്കലാണ്, അത് പ്രോക്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കണോ? ജോബ് ഡിസൈനും അതേപോലെ തന്നെ JD എന്താണെന്നും JS എന്താണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിക്കണോ? എല്ലാവരുടെ അഭിപ്രായം? JD കിട്ടി സർ. JS എന്ന് പറഞ്ഞപ്പോൾ JS ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരും എന്താണെന്നുള്ളത്. ഓക്കെ, ഇപ്പൊക്കെ കിട്ടിയേ കിട്ടിക്കണോ? ഇതെങ്ങനെ ഇരിക്കുകയാണോ? അപ്പൊ ഇപ്പൊ ഉഷാറാക്കണം നമുക്ക്. വേണ്ടേ? ആ, എല്ലാവർക്കും നമുക്ക് അടിപൊളിയായിട്ടുള്ള രീതിയിൽ നമുക്ക്